ധാരാളം പേർക്കൊരു സംശയം, സംശയാത്മാവിനശ്യതി. 8 മണിക്ക് വിളക്കത്തിച്ച വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ കത്തിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി, ചോദിച്ചതാണെന്ന് മനസ്സിലായി. നമുക്ക് പിതൃകർമ്മം ഇതുവരെ നടത്തിയില്ല, ഇനി നടത്തിയാൽ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് എപ്പോഴും കുഴപ്പം എന്നുള്ളത് മലയാളിയുടെ ഒരു വാക്ക. സാമ്പാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല സാറ്. അപ്പൊ ബാക്കി കറികളൊക്കെ കുഴപ്പമുണ്ടാക്കിയതാണ്, ഇതിനാണ് കുഴപ്പമില്ലാത്തത്. തന്റെ യാത്ര തിരുവനന്തപുരത്ത് കോട്ടയം വരെ എങ്ങനെയാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഈ കുഴപ്പത്തിൽ കയറി പിടിക്കുന്ന ഈ മലയാളിയാ. എന്ത് വേണമെങ്കിൽ ചോദിച്ചു, എന്റെ കഴുത്തിലിട്ട മാല എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ല, അല്ലേ? എങ്ങനെയോ നമ്മൾ അതിൽ കയറി പിടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. കുറെ അധികം സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനാൽ ശ്രേഷ്ഠമായൊരു ജീവിതത്തിനും കർമ്മനിരതനാകുന്നതിനും അറിവ് നേടി ജ്ഞാനിയാകുക തന്നെ വേണം. ഏതെങ്കിലൊക്കെ കാര്യത്തില് അറിവ് നേടണം. അടുത്തത് കർമ്മ സന്യാസയോഗം. ഇനിയുള്ളത് ഇന്റൻസിറ്റി കുറഞ്ഞ വിഷയങ്ങളാ. സന്യാസം സ്വീകരിച്ച് ഒരു യോഗിയെ പോലെ ജീവിക്കുന്നതാണോ ശ്രേഷ്ഠം, അഥവാ ഒരു കർമ്മയോഗിയായി ജീവിക്കുന്നതാണോ ശ്രേഷ്ഠം എന്ന് അർജുനന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ വിശദീകരണം നൽകും. അർത്ഥം മനസ്സിലായോ? ഞാനൊരു സന്യാസിയാവണോ കർമ്മയോഗിയാവണോ, ജ്ഞാനയോഗിയാവണോ കർമ്മയോഗിയാവണോ എന്ന് ചോദിക്കുന്നു. അതിന് സിമ്പിളായിട്ടുള്ള ഉത്തരം, സന്യാസവും കർമ്മയോഗവും ശ്രേഷ്ഠം തന്നെയാണെങ്കിലും കർമ്മനിരതരാകേണ്ടവര് കർമ്മയോഗത്തിലൂടെ മുമ്പോട്ട് പോകണം. വിറക് കീറുന്ന ആള് നാളെ മുതൽക്ക് ഭാഗവതം വായിക്കാൻ പോയാൽ ചിലപ്പോ പ്രശ്നവും. പഠിച്ചതിന് ശേഷം പോകുന്നതിൽ തെറ്റില്ല. അപ്പോ ഓരോരുത്തരും ഓരോ കർമ്മം ഏറ്റെടുത്താൽ അയാളുടെ കർമ്മം ചെയ്യണം. പഠിപ്പിക്കുന്നവര് ആ യജ്ഞത്തില് ഏർപ്പെടണം. ഒരു കർമ്മയോഗി കർമ്മത്തിൽ ബന്ധമുള്ളപ്പോഴും കർമ്മബലത്തിൽ ബന്ധിതനാകാതെ മുന്നേറണം. ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് അമ്മ മക്കളെ വളർത്തുന്നത് പോലെ, ജനക മഹാരാജാവ് എങ്ങനെയാണോ രാജ്യം ഭരിച്ചത്, ആ രാജ്യം ഭരിച്ചപ്പോഴും അദ്ദേഹം അതില് ബന്ധിതനായിരുന്നില്ല. പാണ്ഡവര് 38 വർഷം രാജ്യം ഭരിച്ച് കലിയുഗം ആരംഭിച്ചപ്പോൾ പരീക്ഷത്തിന് രാജ്യഭാരം കൊടുത്ത് അവര് ഒരു വിഷമവും ഇല്ലാതെ അവര് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാം ഏർപ്പെടുമ്പോഴും അത് ത്യജിക്കുമ്പോൾ ദുഃഖമില്ലാത്ത അവസ്ഥ, അത് ത്യജിക്കുമ്പോൾ ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ബന്ധനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത്, ഒരു കർമ്മയോഗി കർമ്മത്തിൽ ബന്ധമുള്ളപ്പോഴും കർമ്മബലത്തിൽ ബന്ധിതനാകാതെ മുന്നേറണം. മാത്രമല്ല ജ്ഞാനയോഗവും കർമ്മയോഗവും പരസ്പരം പൂരകമാണ്. ഞാൻ പറയേണ്ടായി, 32 വയസ്സില് എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടാണ് ശങ്കരാചാര്യര് ജ്ഞാനിയായി മാറിയത്. അവ രണ്ടും വിരുദ്ധങ്ങളല്ല. ജ്ഞാനയോഗവും കർമ്മയോഗവും വിരുദ്ധങ്ങളല്ല, രണ്ടും കോംപ്ലിമെന്ററിയാണ്. PhD വരെ നിരന്തരം രാപ്പകലില്ലാതെ പഠിക്കുന്ന കർമ്മം ചെയ്താലേ PhD എന്ന അറിവ്, ആ ലെവലിലുള്ള അറിവ് കിട്ടുള്ളൂ. ഒരു ഡോക്ടർ നിരന്തരം സർജറിയും ബാക്കിയെല്ലാം പഠിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഡോക്ടർക്ക് ലഭിക്കേണ്ട ജ്ഞാനം ലഭിക്കുള്ളൂ. രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇതാണ് പഠിക്കേണ്ടത്. സന്യാസിമാര് ധാരാളം പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. കർമ്മയോഗം വേറെ, ജ്ഞാനയോഗം വേറെ, ഒന്നുമല്ല, എല്ലാം ഒന്നാ. പക്ഷെ വഴി വ്യത്യാസം. ഒരാൾ കർമ്മം ചെയ്ത് അവിടെ എത്തുന്നു, മറ്റേത് ജ്ഞാനം നേടാനുള്ള കർമ്മം ചെയ്ത് അവിടെ എത്തും. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും പേര് നിങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങളെ ഇവിടെ വരുത്താൻ കുറെ പേര് കർട്ടന്റെ പുറകില് പ്രവർത്തിച്ചു. ഈ കസേര ഇവിടെ കൊണ്ടുവന്ന് ഇന്റർനെറ്റില് നിങ്ങളെ മൊബൈലിൽ അറിയിച്ചിട്ട് നോട്ടീസ് അടിച്ച് എല്ലാ പബ്ലിസിറ്റിയും കൊടുത്ത് ഭക്ഷണം പാകം ചെയ്ത് എത്ര പേരാ. ഞാനിവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അവര് ചെയ്ത എത്ര മാസത്തെ വർക്കാ ഞാൻ ചെയ്യുന്നത്? ഏതാനും മണിക്കൂറിലെ വർക്കാണ്. അപ്പോ ആ കർമ്മയോഗം ഇല്ലായിരുന്നെങ്കിൽ ഈ ക്ലാസ് എടുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ജ്ഞാനയോഗവും കർമ്മയോഗവും പരസ്പരം കോംപ്ലിമെന്ററിയാണ്. കർമ്മമാർഗത്തിലൂടെ അല്ലാതെ ജ്ഞാനയോഗിയാകാൻ ആർക്കും സാധ്യമല്ല. ഇത് പോയിന്റ് ചെയ്യേണ്ട ഒരു വരിയാണ്.
കർമ്മത്തിലൂടെ അല്ലാതെ ജ്ഞാനയോഗി ആവാൻ സാധ്യമല്ല. മനസ്സിനെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ കർമ്മയോഗിക്ക് ഒരു കർമ്മവും സ്വയം ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകില്ല. ഒരു കർമ്മവും സ്വയം ചെയ്യുന്നു എന്ന തോന്നലുണ്ടാവില്ല. കാരണം അയാള് ചെയ്യേണ്ടത് മാത്രം അയാൾ ചെയ്യുന്നു. ഒരമ്മയോട് ചോദിക്കുക, ഈ 6 കുട്ടികളെ വളർത്തിയ അമ്മയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോ ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മ എന്ത് പറയും? അതിന് ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? എന്റെ മക്കളെ ഞാൻ വളർത്തി, അതിന് ഞാൻ എന്തെങ്കിലും പ്രത്യേക ഫേവർ ചെയ്തതായിട്ട് അമ്മയ്ക്ക് ഒരിക്കലും തോന്നില്ല. ആ മക്കള് തിരിച്ച് നെഗറ്റീവ് ചെയ്താൽ പോലും അമ്മമാര് പ്രാർത്ഥിക്കണം എങ്ങനെയാ? എന്റെ മക്കൾക്ക് ഒരു ദുരിതവും വരുത്തല്ലേ ഈശ്വര, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ എന്നെ വിട്ടേക്കുക, മക്കൾക്ക് നന്മ വരുത്തണം. ഏറ്റവും തിന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച മകനെ പോലും അമ്മ ശപിക്കില്ല. അതാണ് യഥാർത്ഥത്തില് കർമ്മം സ്വയം ചെയ്യുന്നു എന്ന തോന്നല് അവർക്കുണ്ടാവില്ല. ബന്ധനങ്ങളില്ലാതെ സിദ്ധിയുടെ മാർഗത്തിലേക്ക് തന്നെ അവർ പ്രയാണം ചെയ്യുന്നു. ഈ കർമ്മബല ത്യാഗമാണ് കർമ്മയോഗിയുടെ ലക്ഷ്യവും ലക്ഷണവും മാർഗവും. എന്ത് ഞാൻ ചെയ്യുമ്പോഴും ഞാനത് ചെയ്യുന്നു, അതിൽ നിന്ന് എനിക്ക് ഇത് ലഭിക്കണമെന്ന ഫീലിംഗ് ഇല്ല. ആരോ ഒരാൾ പറഞ്ഞു, ഈ പ്രധാനമന്ത്രിക്ക് കിട്ടിയതൊക്കെ ലേലം വിളിക്കുമ്പോ അത് തടി രക്ഷപ്പെടുത്താനാണ്. മറ്റേ ആൾ തിരിച്ചു ചോദിച്ചു, 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗിന് കിട്ടിയ സാധനങ്ങൾ എവിടെയെന്ന്. 10 വർഷം ഭരിച്ചവർക്ക് കിട്ടിയത് എവിടെയാ? ഇതെന്താ? ഇത് ലേലം ചെയ്തു, അത് വീട്ടിൽ വെച്ചു, വീട്ടിൽ കൊണ്ട്. ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, ആ വീക്ഷണത്തെ നിങ്ങൾ വിലയിരുത്താം. ഒരുപക്ഷെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം, എങ്കിൽ തന്നെ ചെയ്തത് തമ്മില് വീക്ഷണ വ്യത്യാസം. ഈശ്വരൻ കർമ്മത്തിന്റെ സദ്ബലത്തെയോ ദുഷ്ബലത്തെയോ തരുന്നില്ല. അടുത്ത പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈശ്വരനല്ല കർമ്മബലത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും തരുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ പാപപുണ്യങ്ങളും നരക സ്വർഗങ്ങളുടെയും ഉടമസ്ഥനോ ദാതാവോ അല്ല. ആ പാരഗ്രാഫ് മുഴുവനും മാർക്കിയണം. ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. ദാതാവാണെന്ന തെറ്റിദ്ധാരണയും ഉണ്ടാകരുത്. ഞാൻ ആ വരി പദാനുപദം വിവർത്തനം ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഞാൻ സന്ദേശം എഴുതിയിരിക്കല്ല. ദാതാവ്, ഈ അറിവാണ് പാണ്ഡിത്യത്തിലേക്ക് നയിക്കുന്നത്. പണ്ഡിതന് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈശ്വരനല്ല ശിക്ഷ തരുന്നത്, ഈശ്വരനല്ല രക്ഷ തരുന്നത്, ഈശ്വരനല്ല ശരിയും തെറ്റും തീരുമാനിക്കുന്നത്, ഈശ്വരനല്ല നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നതും അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് നയിക്കുന്നതും. ഇത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ ഫലങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ. അല്ലെ, താൻ ചെയ്യുന്ന സത്കർമ്മങ്ങള് അസത്കർമ്മങ്ങളായിട്ട് കിട്ടും. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങള് അതാണ്. താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതെ വരുമ്പോ അതും അനുഭവിക്കണം. അപ്പോ ശരിക്ക് അത് താൻ അനുഭവം. അവിടെയും പറഞ്ഞില്ല ഈശ്വരൻ അത് തരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. System will be giving that. അത് ഭാരതത്തില് ഇതാണ് മറ്റു മതങ്ങളും സനാതനധർമ്മവും തമ്മിലുള്ള വ്യത്യാസം. മറ്റു മതങ്ങൾ പറയുന്നു ഈശ്വരന്റെ കൂടെ നിന്നാൽ അന്ത്യവിധി സമയത്ത് നിനക്ക് സ്വർഗത്തിൽ പോകാം. അപ്പൊ ഈശ്വരന്റെ കൂടെ കുറച്ചു കാലം ഇരുന്നുള്ളൂ എങ്കിലോ കുറച്ച് സ്വർഗം, പിന്നെ എവിടെ പോവും? നരത്തി. കുറെ തിന്മ ചെയ്തിട്ട് കുറച്ച് നല്ലത് ചെയ്താലോ, അത് രണ്ടും കഴിഞ്ഞാലോ നന്മ ചെയ്ത ഫലവും തീർന്നു, തിന്മ ചെയ്ത ശിക്ഷയും തീർന്നു, പിന്നെ എവിടെ പോവും? അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ വ്യത്യാസം. അത് രണ്ടും തീർന്നാല് അടുത്ത ജന്മത്തിലേക്ക് തിരിച്ചു വരാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അവർക്ക് പുനർജന്മമില്ല. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ നന്മയും തിന്മയും ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അതില്ല. അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കാ.
അപ്പോ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർന്നാൽ പിന്നെ എവിടേക്കാ പോവാന്ന് ആലഞ്ചേരി തിരുമേനിയോട് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു പറയും. എന്തിനാണ്? പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയാൻ. അവിടെ നടന്നില്ലെങ്കിൽ ഒബാമയുടെ അടുത്തേക്ക് പോകും, അവിടെ പോയിട്ട് പറയിപ്പിക്കാൻ. ബ്ലോക്കഡ് ആവുകയാണ്. അതുകൊണ്ട് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. ചോദ്യം ചെയ്താൽ ബ്ലോക്ക് ആവും. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ബൈബിള് പഠിപ്പിക്കുന്നത് തന്നെ. അടുത്തത്, പരമമായ ആത്മചൈതന്യം ഒന്നിനെയും ബന്ധിക്കുന്നില്ല, ആത്മാവിന് ബന്ധമില്ല. അപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആത്മാവിന് രണ്ടർത്ഥമുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം. അവിടെ ആത്മാവ് എന്നുള്ള അർത്ഥത്തില് നമ്മൾ, ഞാൻ, നിങ്ങൾ, അവനവനെ. ആത്മാവ് എന്ന സ്ഥലത്ത്, ചില സ്ഥലത്ത് വ്യക്തി എന്ന അർത്ഥവും ചില സ്ഥലത്ത് ആത്മാവ് എന്ന് പറയുന്നത് സോൾ എന്നർത്ഥം. അപ്പോ ആത്മചൈതന്യം അത് സോളാണ്. ആത്മചൈതന്യം സോളാണ്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന. ഈ 4 വരിയിലുമുള്ള ആത്മാവ് അവനവനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് എന്നുള്ളത് രണ്ടർത്ഥത്തില്, ഒന്ന് ശരിക്കുള്ള ആത്മാവ്, മറ്റൊന്ന് വ്യക്തി എന്നുള്ള അർത്ഥത്തില്. പരമമായ എന്ന വാക്ക് ഇവിടെ ചേർക്കാൻ കാരണതാണ് ആത്മചൈതന്യം ഒന്നിനെയും ബന്ധിക്കുന്നില്ല, അതിന് ഇഷ്ടാനിഷ്ടങ്ങളില്ല, അതിന് നന്മ തിന്മകളുമില്ല. ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഈ പരമാത്മ ചൈതന്യത്തെ ആത്മാനന്ദത്തിന്റെ അനുഭൂതിയിലൂടെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ആ യോഗി അത്യാഗ്രഹത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും ശാശ്വതമായ മോചനം നേടിയവനുമായിരിക്കും. അവർ ബ്രഹ്മജ്ഞാനിയുടെ നിലവാരത്തിലേക്ക് ഉയരുന്നു. അതിനാൽ ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഒരേ പദത്തിലെത്തുന്നു. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ജ്ഞാനയോഗിയും കർമ്മയോഗിയും അന്ത്യത്തിൽ ഒരേ പോയിന്റിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അവർ കർമ്മപന്താവ് ജ്ഞാനപന്താവിനേക്കാൾ സാമാന്യ ജനതയ്ക്ക് എളുപ്പമാണെന്നും സ്മരിക്കണം. ചിലപ്പോ ഭാഗവത സപ്താഹത്തിലൂടെ ഭാഗവതം വായിക്കാൻ ചിലർക്ക് പറ്റില്ല. അപ്പൊ ഭാഗവത സത്രം നടത്താൻ ചിലർക്ക് പറ്റിയാല് ഭാഗവത സപ്താഹത്തിന് വേണ്ടി ഒരു നല്ല സദസ്സിനെ ഒരുക്കാൻ സാധിച്ചാല്, നല്ലൊരു പ്രഭാഷണത്തിന് വേണ്ടി ആൾക്കാരെ ഒരുക്കാൻ സാധിച്ചാല്, നല്ലൊരു അമ്പലം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നിലനിർത്താൻ സാധിച്ചാല്, ആ കർമ്മം ഒരു പൂജാരി ചെയ്യുന്ന പൂജയേക്കാളും ഭാഗവതം വായിക്കുന്ന വ്യക്തിയേക്കാളും ഭഗവത്ഗീത പഠിപ്പിക്കുന്ന വ്യക്തിയേക്കാളും ശ്രേഷ്ഠമാണ് കർമ്മയോഗിയായിട്ട് ജീവിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ വാക്കുകളിൽ മാത്രം, രണ്ടും ഒരേ പദത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും പണ്ഡിതനും പാമരനും അവനവൻ അനുഷ്ഠിക്കുന്ന കർമ്മം ഭക്തി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ അവനും പരമമായ അവസ്ഥ കൈവരിക്കുമെന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന് അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം വളരെയേറെ പ്രയോജനപ്പെടുകയും ചെയ്യും. ഒരു കർമ്മയോഗിയാവാൻ വിദ്യാഭ്യാസം വേണ്ട, ആത്മീയ ജ്ഞാനം വേണ്ട. ഒരു കർമ്മയോഗിയാവാൻ പരമമായ അറിവ് വേണ്ട, തപസ് വേണ്ട, ഒന്നും വേണ്ട. അവനവൻ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്താൽ മതി. കർമ്മയോഗിയാണ് എളുപ്പത്തില് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അന്ത്യത്തില് അയാള് തന്നെ അറിവുള്ളവനായി തീരുമെങ്കിലും, അർത്ഥം മനസ്സിലായോ പറഞ്ഞത്? അന്ത്യത്തിൽ അയാളും അറിവുള്ളവനായി തീരുമെങ്കിലും അങ്ങോട്ടുള്ള പ്രയാണം നിരന്തരം കർമ്മം ചെയ്യുന്ന പ്രയാണമായിരിക്കും. അർത്ഥം മനസ്സിലായി? മേഴത്തൂർ അഗ്നിഹോത്രിക്ക് ഒരാള് ബാല്യക്കാരനുണ്ടായിരുന്നു, വേലക്കാരൻ. ഈ മേഴത്തൂർ അഗ്നിഹോത്രി എപ്പോഴും ബ്രഹ്മം 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 എന്നാ പറയാ. ഒരിക്കൽ രാമൻ നായര് ബാല്യക്കാരൻ വന്ന് അഗ്നിഹോത്രിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, അങ്ങ് ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ബ്രഹ്മ സാക്ഷാത്കാരം, ബ്രഹ്മാനന്ദം, ബ്രഹ്മചൈതന്യം, ബ്രഹ്മാവ്, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മാണ്ടം, എന്താ ഈ ബ്രഹ്മം എന്ന് പറയുന്നത്? ഇപ്പൊ മേഴത്തൂർ അഗ്നിഹോത്രിക്ക് അറിയാം രാമൻ വേലക്കാരനാണ്, അയാൾക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാവില്ല. ഇപ്പൊ കളിയാക്കിക്കൊണ്ട് മേഴത്തൂർ അഗ്നിഹോത്രി രാമൻ നായരോട് പറഞ്ഞു,
ബ്രഹ്മം 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 എന്ന് പറഞ്ഞാൽ പോത്തുമാതിരി ഇരിക്കുന്നു പറഞ്ഞു. പോത്തുമാതിരി. രാമൻ നായരുടെ മനസ്സിൽ മുഴുവനും പോത്ത. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോത്തുമാതിരി. അങ്ങനെ രാത്രി കിടന്നുറങ്ങി 2 മണിയായപ്പോ വാതില് തുറന്ന് നീല നിറത്തിലുള്ള ഒരു പോത്ത് അങ്ങ് കേറി വരുന്നതായിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് കാണുകയാണ്. ഈ രാമൻ നായരും വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്ന് ഓടുകയാണ് നമ്പൂതിരിയുടെ വീട്ടിലേക്ക്, മേഴത്തൂർ അഗ്നിഹോത്രിയുടെ മുറിയിലേക്ക്. അടിയൻ കണ്ടു, അടിയൻ കണ്ടു, അടിയൻ കണ്ടു എന്ന് പറഞ്ഞ് പോവാണ്. മേഴത്തൂർ അഗ്നിഹോത്രി കിടന്ന് ഉറങ്ങുന്ന വാതിലിൽ ചെന്ന് മുട്ടി വിറച്ചുകൊണ്ട് പറയുന്നു, അടിയൻ കണ്ടു ബ്രഹ്മത്തെ, അടിയൻ കണ്ടു. മേഴത്തൂർ അഗ്നിഹോത്രി വാതിൽ തുറന്ന് രാമൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോ പറഞ്ഞു, രാമ അവിടെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നേരെ പോയി കുളിച്ച് ഈ മേഴത്തൂർ അഗ്നിഹോത്രി വന്ന് ഈ ബാല്യക്കാരൻ രാമൻ നായരെ അങ്ങ് നമസ്കരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഇത്രയും കാലം ബ്രഹ്മം എന്ന് പറഞ്ഞ് നടന്നിട്ടേ ഉള്ളൂ, നീ അതിനെ കണ്ടു, ഞാൻ കണ്ടില്ല, നീ എന്നെക്കാളും ശ്രേഷ്ഠനാണ്. ഈ മുല്ലപ്പൂമണമേറ്റുകിടക്കും അർത്ഥം മനസ്സിലായി. അപ്പൊ കർമ്മയോഗിയും അവസാനം ചെന്നെത്തുന്നത് ജ്ഞാനയോഗിയുടെ. ബാല്യക്കാരൻ രാമന് വിദ്യാഭ്യാസം ഇല്ല, അയാള് പോലും ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു. ഒരു ഐതിഹ്യമാലയിലെ കഥയാണ്, അർത്ഥവത്തായ ഒരു കഥയാണ്. അതുകൊണ്ട് നല്ല കർമ്മയോഗിയാവുക, നിങ്ങൾക്കും അത് സാധിക്കും. മാതാ മൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് അങ്ങനെ പ്രവർത്തിക്കുക, ബ്രഹ്മകുമാരീശിലുള്ളവർ അവിടെ പ്രവർത്തിക്കുക, ചിന്മയാ മിഷനിലുള്ളവർ അവിടെ പ്രവർത്തിക്കുക, ഭഗവാൻ സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ അവിടെ പ്രവർത്തിക്കുക, NSSലുള്ളവർ ജി സുകുമാരൻ നായർ പറയുന്ന മുഴുവനും കേൾക്കണ്ട അവിടെ പ്രവർത്തിക്കുക, വെള്ളപ്പള്ളിയുടെ കൂട്ടത്തിൽ SNDPയിലുള്ളവര് അവിടെ പ്രവർത്തിക്കുക, CPMലുള്ളവർ അവിടെ പ്രവർത്തിക്കുക, എന്നിട്ട് അകത്തുള്ളവരിൽ മാറ്റം വരുത്തുക, കോൺഗ്രസിലുള്ളവർ അവിടെ പ്രവർത്തിക്കുക. എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ പ്രവർത്തിക്കുക. നിൽക്കുന്ന സ്ഥലം മാറേണ്ട കാര്യമില്ല, അവിടെ പ്രവർത്തിച്ച് അകത്തുള്ളവരെ മാറ്റുക. അതാണ് കർമ്മയോഗം. അടുത്തത് ആത്മസംയമന യോഗം. കർമ്മത്തിൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ കർമ്മത്തിലും കർമ്മബലത്തിലും കർമ്മത്തിന്റെ പ്രതിഫലത്തിലും ബന്ധനമില്ലാതെ ഒരു കർമ്മയോഗി നിലനിൽക്കുന്നത് അയാൾ സന്യാസിയുമാണ്, യോഗിയുമാണ്. അപ്പൊ സന്യാസി യോഗി എന്ന വാക്കിന്റെ അർത്ഥം അയാൾ കർമ്മം ചെയ്യും, കർമ്മത്തിലും കർമ്മബലത്തിലും കർമ്മത്തിന്റെ പ്രതിഫലത്തിലും ആക്ഷനിലും റിസൾട്ടിലും റിവാർഡിലും ബന്ധനമില്ല. ആക്ഷനിലും അതിന്റെ റിസൾട്ടിലും റിവാർഡിലും ബന്ധനമില്ലാതെ നിരന്തരം കർമ്മം ചെയ്യാം. നിങ്ങൾക്കത് സാധിക്കും, നിങ്ങൾക്കത് സാധിക്കും. കാരണം ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇതെല്ലാം ചെയ്തു വരുന്നു ഞാൻ, അതോടുകൂടി എന്റെ ഉത്തരവാദിത്തം കഴിയും. ഒരു കുട്ടിയുടെ കയ്യിൽ കളിപ്പാട്ടം കൊടുത്താൽ കുറച്ചു നേരം അത് ആസ്വദിക്കും, വേറെ എന്തെങ്കിലും കിട്ടിയാൽ ഇതിനെ അത് മാറ്റും, അടുത്തതിലേക്ക് കിടക്കും, അടുത്തതിലേക്ക് കുട്ടി കടക്കും, അതിൽ തന്നെ പിടിച്ച് നിൽക്കില്ല. അത്രയേ കുട്ടിക്കുള്ള ബന്ധമുള്ള അത്രയും നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവണം. കുട്ടിക്ക് ആ കളിപ്പാട്ടത്തോട് ബന്ധനമില്ല, അതുപോലെ നമുക്കും ബന്ധനമില്ലാതെ പ്രവർത്തിക്കാൻ നമുക്കും, നിങ്ങൾക്കെന്നുള്ള വാക്കല്ല, നമുക്കും ബന്ധനമില്ലാതെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് വളരെ രസകരമാണ്. കാരണം റിസൾട്ടും റിവാർഡും പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളെ അത് തളർത്തില്ല. അതിഗഹനമായി വിശകലനം ചെയ്താൽ സന്യാസം തന്നെയാണ് കർമ്മയോഗമെന്നും വ്യക്തമാകും. സ്വാമി വിവേകാനന്ദൻ ഒരു മിനിറ്റ് പോലും വിശ്രമിച്ചിട്ടില്ല. ഡയബറ്റിക്സ് വന്ന് ഷുഗർ 450 കയറി, 180 GTL, ഗ്ലൂക്കോസ് ടോളറൻസ് ലിമിറ്റ് 180, അത് 450 കയറി. വിവേകാനന്ദന്റെ മരിക്കുമെന്ന് ഉറപ്പായപ്പോ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിവേകാനന്ദൻ പറഞ്ഞത് എന്താ അറിയോ? അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിലനിർത്തിയാൽ മതി. ലോകത്തിൽ ആരും അത് പറഞ്ഞിട്ടില്ല. അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ചെയ്തു. ഈ 39ാമത്തെ വയസ്സില്, യഥാർത്ഥത്തിൽ 28 വയസ്സ് മുതൽക്ക് 39 വയസ്സ് വരെ 11 വർഷം ചെയ്തതാണ് ഒരു ജ്ഞാനിയോഗിയും കർമ്മയോഗിയുമായിട്ട് അദ്ദേഹം മാറിയത്. ഇപ്പം 500 വർഷത്തേക്ക് ചെയ്തത് നിങ്ങൾ നിലനിർത്തിയാൽ മതി. അതാണ് കർമ്മയോഗവും അതാണ് ജ്ഞാനയോഗവും. അതുകൊണ്ട് ആ വരി നോക്ക, അതിഗഹനമായി വിശകലനം ചെയ്താൽ
സന്യാസം തന്നെയാണ്. വിവേകാനന്ദൻ സന്യാസിയായിരുന്നു, കർമ്മയോഗി. വിവേകാനന്ദൻ കർമ്മയോഗിയായിരുന്നു. വ്യക്തം. യോഗിയുടെ പരമമായ അവസ്ഥയിലെത്തിയവന് ഒന്നിനോടും ബന്ധനമില്ല, ഒന്നിനോടും ബന്ധനമില്ല. ഈ രമണ മഹർഷിയുടെ അടുത്ത് വന്ന് കുറെ പേര് പറഞ്ഞു അത്രേ, ഈ ആശ്രമത്തിൽ വന്നപ്പോ ഗസ്റ്റ് ഹൗസിൽ ചിലര് തമ്മിൽ വഴക്കിടുന്നത് കണ്ടു, അമ്പലത്തിൽ ചിലര് തമ്മിൽ പൂജാരിമാര് വഴക്കിടുന്നത് കണ്ടു, ക്യാൻറ്റീനിൽ ചിലര് വഴക്കിടുന്നത് കണ്ടു. അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ അങ്ങയുടെ സ്ഥാപനത്തില് ജോലിക്കാർ തമ്മിൽ വഴക്കിടുന്നു. എന്താ രമണ മഹർഷി മറുപടി പറഞ്ഞെന്നറിയോ? അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോളാ, ഇത് കാണാൻ വന്നവര് ഇത് കണ്ടിട്ട് പൊക്കോളാം. ബന്ധനമില്ലാത്ത ഒരവസ്ഥ. അത് കാണാൻ വന്നവര്, വഴക്കിടുന്നത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പൊക്കോളാ. അല്ല, ഇത് കാണാനാണ് വന്നതെങ്കിൽ ഇത് കണ്ടിട്ട് പൊക്കോളാം. അങ്ങയുടെ ആശ്രമത്തില് കയറ് കെട്ടിയിട്ട് ഒരു വശത്ത് അബ്രാഹ്മണരെന്നും ഈ വശത്ത് ബ്രാഹ്മണരെന്നും എഴുതിയിട്ടുണ്ട്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ മനുഷ്യനെ ബ്രാഹ്മണരെന്നും അബ്രാഹ്മണരെന്നും തിരിക്കുന്നത് ശരിയാണോ? എന്താ മറുപടി? അബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഇരിക്കുക, ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവര് ഇവിടെ ഇരിക്കുക. ഇത് നിങ്ങളുടെ വിചാരമാണ്, നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. ഞാൻ ബ്രാഹ്മണനാണ്, ശൂദ്രനാണെന്നുള്ളത്. അല്ലാണ്ട് യഥാർത്ഥത്തിൽ ബ്രാഹ്മണനും ശൂദ്രനും ഒന്നും ഇല്ല. അപ്പോ അവനവൻ ഉയർത്തണം, അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്തരുത്. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകമാണിത്. ഈ ഒരു ശ്ലോകം മാത്രം പറഞ്ഞിട്ടാണ് ഭാഗവത സത്രത്തിലെ 2 മണിക്കൂർ 5 മിനിറ്റ് പ്രഭാഷണം ഞാൻ നടത്തിയത്. ഇവിടെ കോട്ടയം ഭാഗവത സത്രത്തില് ഈ ഒരു ശ്ലോകമേ ഞാൻ പറഞ്ഞുള്ളൂ. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം കൊണ്ട് 2 മണിക്കൂർ 5 മിനിറ്റ് പ്രഭാഷണം നടത്തി. അത്രയും ഉജ്ജ്വലമായ ശ്ലോകം. നന്മ നിറഞ്ഞ നമ്മുടെ മനസ്സ് ബന്ധുവും തിന്മ നിറഞ്ഞ നമ്മുടെ മനസ്സ് ശത്രുവുമായി തീരുന്നു. സത്യത. ഭയം മനസ്സിലുണ്ടെങ്കിൽ ശരീരം തളരും. ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ശരീരം വളരും. ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ ശരീരം പകയോടുകൂടി പ്രവർത്തിക്കും. സന്തോഷം മനസ്സിലുണ്ടെങ്കിൽ ശരീരം പോസിറ്റീവായിട്ട് പ്രതികരിക്കും. നമ്മുടെ മനസ്സ് തന്നെയാണ് ശത്രുവും മിത്രവും. ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മോചിതനായവന് മാത്രമേ ആത്മസാക്ഷാത്കാരം സാധിക്കൂ. അർത്ഥം, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും കേട്ടുകൊണ്ടേയിരിക്കണം എന്ന് തോന്നാത്തവന്, കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും കണ്ടുകൊണ്ടേയിരിക്കണം എന്ന് തോന്നാത്തവന്, തിന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തിന്നുകൊണ്ടേയിരിക്കണം എന്ന് തോന്നാലുണ്ടാകാത്തവന്, സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും സ്പർശിച്ചുകൊണ്ടേയിരിക്കണമെന്ന് തോന്നലുണ്ടാത്തവന് ബന്ധനമില്ല. ബന്ധനമില്ല. അപ്പ കേട്ടത് കേട്ടു, അത് കഴിഞ്ഞു. കണ്ടത് കണ്ടു, അത് കഴിഞ്ഞു. ആസ്വദിച്ചത് ആസ്വദിച്ചു, ഒരു ലഡ്ഡു കഴിച്ചു, മതി. ഇനി എന്തോന്നാ ലഡ്ഡു തന്നെ തിന്നോണ്ടിരുന്നാല് വേണ്ട. അപ്പോ ആരംഭം, മിഡിൽ, അവസാനം. അങ്ങനെ ബന്ധിതനല്ലാത്തവന് മാത്രമേ ആത്മസാക്ഷാത്കാരം സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് ധ്യാനമാർഗവും എളുപ്പമായി തീരുന്നു. അവനവനിലോ ശ്രീകൃഷ്ണ പരമാത്മാവിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാൻ ഈ യോഗിക്ക് വിഷമത അനുഭവപ്പെടില്ല. എന്തെങ്കിലും മുമ്പിൽ വേണം ധ്യാനിക്കാൻ. അവനവനെ തന്നെ ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാ. ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഗ്ലോബ് വേണം. ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഗ്ലോബ് വേണം. ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു വിഗ്രഹം വേണം. ഒരു വിഗ്രഹം വേണം. ആറ്റത്തെ കുറിച്ച് പഠിക്കാൻ ഒരു നാരങ്ങ നടുക്ക് വെക്ക, ന്യൂക്ലിയസ്, ഒരു 6 നെല്ലിക്ക ചുറ്റും വെക്ക. അപ്പൊ ആറ്റത്തെ കുറിച്ച് പഠിക്കാനും ന്യൂക്ലിയസും ഇലക്ട്രോണും പഠിക്കാൻ എളുപ്പമാണ്. നടുക്ക് ഓറഞ്ച് വെക്ക, അല്ലെങ്കിൽ ലെമൺ വെക്ക, ചുറ്റും നെല്ലിക്ക വെക്ക. അപ്പൊ കൃത്യമായിട്ട് ഇത് ഇലക്ട്രോൺ, ഇത് S ഓർബിറ്റില്, ഇത് P ഓർബിറ്റില്, D ഓർബിറ്റില്, F ഓർബിറ്റില്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റില് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അപ്പൊ വരച്ച് കാണിച്ചാലോ, അല്ലെങ്കിൽ ഈ നെല്ലിക്ക വെച്ച് കാണിച്ചു കൊടുത്താലോ അറ്റ്ലീസ്റ്റ് മനസ്സിലാവില്ലെന്നെങ്കിലും മനസ്സിലാവും. അപ്പോ മനസ്സിലാക്കാൻ രൂപം ആവശ്യമാണ്. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ രൂപത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് 20 സെക്കൻഡ് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് തൊഴുമ്പോൾ 5 സെക്കൻഡ് കണ്ണ് തുറന്നും 15 സെക്കൻഡ് കണ്ണടച്ചുമാണ് തൊഴേണ്ടത്.
എല്ലാ പ്രകാരത്തിലും ഈ യോഗി ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായി തീരുന്നു. കാറ്റില്ലാത്ത വേളയിലെ ദീപശിഖ പോലെ യോഗിയുടെ മനസ്സ് ശാന്തമായിരിക്കും. വേദനയും സുഖവും സന്തോഷവും ഈ യോഗിയെ ബാധിക്കുകയില്ല. കാരണം അതിലും പരമമായ ആനന്ദത്തിൽ അവൻ അധിവസിക്കുന്നു. നിരന്തരമുള്ള സാധനയിലൂടെ മാത്രമേ മനസ്സിനെ ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാകൂ. പരമാത്മ വേദ ഭാവന പോലും ഈ യോഗിക്ക് ഉണ്ടാകുന്നില്ല. എല്ലാം ഒന്നായി കാണാൻ ഈ യോഗിക്ക് സാധിക്കുന്നു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. എന്റെ ഉള്ളിൽ നീ ആയാൽ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമുള്ള? ഒരു വ്യത്യാസം ഇല്ല. എന്റെ കയ്യ് നിന്റെ കയ്യിലേക്ക് തരുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, ഈ കൈ വിടാതെ അങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം, നിന്റെ പേര്, നിന്റെ സ്ഥാനം, നിന്റെ ചരണങ്ങൾ. എന്താർത്ഥ അതിനകത്തുള്ളത്? ജയിക്കുക മഹാദേവ ദീനാവന പരായണ തീക്കിക ദയാസിന്ധു. എന്ത് ഗംഭീര 10 ശ്ലോകത്തിൽ ദൈവദശകത്തിലൂടെ അദ്വൈതം മുതൽക്ക് ദ്വൈതം വരെ സർവ്വതും ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പാലക്കാട് മിനിഞ്ഞാന്ന് ക്ലാസ് എടുത്തപ്പോ കുറെ പേരുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സെക്രട്ടറി വന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പറയാൻ പോണത് എന്തായിരിക്കും എനിക്ക് ഊഹിക്കാം. ദൈവദശകം ഒന്നും ഇതുവരെ മനസ്സിലായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പോ ശരിക്കും ആ വരികളൊക്കെ എത്ര ശ്രേഷ്ഠം, ഭഗവത്ഗീതയുടെ തന്നെയാണ്. എന്നാലോചിച്ചു, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. മായയും മായാവിയും മായാ വിനോദനം മായയെ നീക്കി സായുജ്യമേകും ആര്യനും. അഹം ക്രതുരഹം യജ്ഞം സദാഹമഹം ഔഷധം മന്ത്രോഹമഹമേവാജ്യം അഹം വന്നിരഹം ഹുതം. ഭഗവത്ഗീത ഇങ്ങോട്ട് എടുത്തു വെച്ച മാതിരിയാണ് ശരിക്ക് ആ ദൈവദശകത്തിലെ ചിലത് വേദം, ചിലത് ഉപനിഷത്ത്. എല്ലാം കൂടി നോക്കുമ്പോ അവസാനം മനസ്സിലാവണ എന്താ അറിയോ? 80 വയസ്സൊന്നും പോരാ, 180 വയസ്സെങ്കിലും ഉണ്ടെങ്കിലേ ഇതൊക്കെ ഒന്ന് മറച്ചു നോക്കാനെങ്കിലും പറ്റുള്ളൂ എന്ന് ഇന്നസെന്റ് പറഞ്ഞ പോലെ ഏത് യോഗിക്കും യോഗ സാധനയുടെ ആരംഭത്തിൽ മനസ്സ് ചഞ്ചലമായി തന്നെ നിലനിൽക്കും. ഇത് നിങ്ങൾ അറിയണം. യോഗ പഠിക്കാൻ പോകുന്നവർ ഒരു സുപ്രഭാതത്തിൽ യോഗിയാവില്ല. അഭ്യാസത്തിലൂടെ മാത്രമേ മനസ്സ് അചഞ്ചലമാകൂ. 90 ദിവസമെങ്കിലും യോഗം പഠിച്ചാലേ മെഡിറ്റേഷനിൽ എത്താൻ പറ്റൂ. അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലേ എത്തുള്ളൂ, മെഡിറ്റേഷനിൽ എത്തില്ല. മനസ്സിനെ നിയന്ത്രിക്കാതെ യോഗമാർഗം ദുഷ്കരമാണ്. മനസ്സിനെ കുറേ പോകാൻ അനുവദിക്കണം. പിന്നെ ആദ്യം നിങ്ങൾ മനസ്സിനെ കൊണ്ടുപോകണം. പിന്നെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോകും. ആദ്യം മനസ്സിനെ നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിരന്തര സാധനയിലൂടെ ഇത് പ്രാപ്യമാണ്. ഇനി യോഗിയുടെ നിലവാരത്തിൽ ഉയരാൻ സാധിക്കാത്ത സാധകൻ ഉണ്ടെങ്കിൽ പോലും എന്നും നന്മയിലേക്ക് തന്നെ ആ വ്യക്തി നയിക്കപ്പെടുന്നു. കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് യോഗിയാവാൻ സാധിച്ചില്ല, കുഴപ്പമില്ല. അടുത്ത ജന്മത്തില് യോഗിയുടെ തന്നെ കുലത്തിൽ വന്ന് ജനിച്ച് ശ്രേഷ്ഠമായ കർമ്മം നടത്താൻ സാധിക്കുന്നു. മംഗളകരമായ അനുഭവം ആ വ്യക്തിക്ക് അനുഭവിക്കാനും സാധിക്കുന്നു. എന്നാലോചിച്ച് നോക്കാം, ചിലരൊക്കെ നല്ല കുലത്തിൽ ജനിച്ച് സന്തോഷത്തോട് ജീവിക്കുന്നുണ്ട്. വേറെ ചിലർ എന്ത് ടെൻഷനിലാ ജീവിക്കുന്നത്. എന്തേ ഈ വ്യത്യാസത്തിന് കാരണം? ഒരു ഉത്തരമേ ഉള്ളൂ. കഴിഞ്ഞ ജന്മം വരെ ചെയ്തു കൂട്ടിയ നന്മ തിന്മകളുടെ ഫലങ്ങളുടെയും പ്രതിഫലങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അടുത്ത ജന്മം നമുക്ക് ലഭിക്കുന്നത്. ഈ വ്യക്തി ശ്രേഷ്ഠനായി തന്നെ നിലനിൽക്കുന്നു, കർമ്മനിരതനാവുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നേരത്തെ പറഞ്ഞ പോലെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാനും പാടില്ല. വരുന്നത് ഭംഗിയായിട്ട് സ്വീകരിക്കുക. അല്ലാത്തത് ഇങ്ങനെ സായിബാബ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ കാണിക്കും. അറിയോ, ഞാൻ പറയുന്നത് ഇവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ആവോ എന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത്. എന്നാലും
സമാധിയാവുന്ന ദിവസം വരെ വിദ്യാഭ്യാസം, ജലം, ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുത്തു. വിദ്യാഭ്യാസം, ജലം, ഭക്ഷണം, ചികിത്സ സമാധിയാവുന്ന ദിവസം വരെ. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സായിബാബ. മാതാമൃതാനന്ദമയി 3ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ശ്രീ രവിശങ്കർ ബിടെക് പാസ്സായി. ബിടെക് എടുത്ത് IT ആയിരുന്നു. ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല. നാരായണ ഗുരുദേവൻ എവിടം വരെ എത്തി? എത്ര സ്കൂൾ സ്ഥാപിച്ചപ്പോഴും എത്ര സംസ്കൃതവും തമിഴും മലയാളവും എത്ര ഗംഭീരമായിട്ട് അറിയാവുന്ന 61 കൃതികൾ രചിച്ച് 27 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് ആശ്രമവും സ്കൂളും സ്ഥാപിച്ചപ്പോ സ്വയം ഉയരുകയാണ്, കർമ്മനിരതനായിട്ട് ചെയ്തത്, കർമ്മയോഗിയായിട്ട്.